മുകുന്ദൻ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. ശ്രീ മമ്മൂട്ടിക്ക് നേരെ വൻ സൈബർ ആക്രമണം. എനിക്ക് അത്ഭുതം തോന്നിയത് ശ്രീമതി സുനിത ദേവദാസിനെ പോലെ സുനിതാജിയുടെ ഭാഗത്തു നിന്ന് പോലും മമ്മൂട്ടിയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ കാണുകയുണ്ടായി. എന്താ സംഭവിച്ചെന്ന് ഞാൻ തന്നെ പറയാം. ഏത് വലിയ മഹാനടനായാലും ശരി, താരമായാലും ശരി, മെഗാസ്റ്റാർ ആയാലും ശരി, സൂപ്പർ സ്റ്റാർ ആയാലും ശരി, ആദ്യം മനുഷ്യനാകണം. നിഷ്പക്ഷതയൊക്കെ അത് കഴിഞ്ഞിട്ട് മതി എന്നാണ് എന്റെ അഭിപ്രായം. ഈ മഹാനടൻ എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ മാത്രമുള്ള കാര്യം കേട്ടോ. നീലത്തിറങ്ങുമ്പോ ഏത് മനുഷ്യനും താരവും ഒക്കെ വെറും മനുഷ്യനാണ്. എന്റെ പൊന്നണി എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഫീൽഡിൽ പിടിച്ചേക്കും? മമ്മൂക്ക ചൂരന്മല സന്ദർശിച്ചു. അപ്പൊ CPIM വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖ് അദ്ദേഹത്തിന് പിന്നാലെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. സത്യത്തിലെ കാര്യങ്ങൾ മമ്മൂക്കയ്ക്ക് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. റഫീഖിന്റെ ശരീരഭാഷ എന്ന് പറയുന്ന ആവശ്യമില്ലാത്തത്ര ബഹുമാനവും ഭവ്യതയൊക്കെ ഉണ്ടായിരുന്നേ. അയ്യോ എന്തൊരു എളിമ, എന്തൊരു വിനയം. വലിയ വലിയ കലാകാരന്മാർക്ക് ഇങ്ങനെ തന്നെ. എന്റെ സുനിതാജി മമ്മൂട്ടിയെ പോലെ അനുഗ്രഹീതനായ ഒരു താരം. നമ്മൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കാലത്തൊക്കെ ജീവിച്ചിരിക്കാൻ കഴിയുന്നത് തന്നെ നമ്മുടെ ഭാഗ്യമല്ലേ? ചിരിച്ചോണ്ട് ഇടപഴകുന്നേ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ചിരിച്ചോണ്ട് പൊളിച്ച തെറി പറയാനും എടുക്കനാ. ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടവർ രാഷ്ട്രീയക്കാരാണെന്നാണ് എന്റെ വിചാരം. അത് കഴിഞ്ഞേ ഉള്ളൂ ഏത് സിനിമാ നടനും ഈ നാട്ടിൽ. എന്താ കാര്യം എന്നറിയോ? അല്ല, ഈ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധാരണ ജനങ്ങളാണ്. ആ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് രാഷ്ട്രീയക്കാരും ഉള്ളത്, സിനിമാക്കാരും ഉള്ളത്, എല്ലാരും ഉള്ളത്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. എണീറ്റ് വരണ്ടേയിരുന്നു. ആക്രമിച്ചതിന്റെ പേരിൽ മല്ലയ്യക്കെതിരെ ഉടനെ കേസ് ചാർജ് വേണ്ട. ഒരു നിയമത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ സഹായം എനിക്ക് വേണ്ട. എനിക്ക് ജയിക്കണം. ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ എനിക്ക് ജയിക്കണം. അവനെ എനിക്ക് വിട്ടേക്ക്. മമ്മൂക്കയ്ക്ക് നിഷ്പക്ഷനാകണം. കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. ഭരണമാറ്റം ഉണ്ടായേക്കാമെന്ന് പലരും കരുതുന്ന പോലെ മമ്മൂക്കയും കരുതുന്നു. വട്ടാണല്ലേ. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. അതൊന്നും പേടിച്ച് ഈ 72 വയസ്സുള്ള ജീവിതം മുഴുവൻ കണ്ട മലയാളത്തിന്റെ മഹാനടനായ മമ്മൂട്ടി അങ്ങനെ മാറുമെന്നാണോ കരുതുന്നത്? തമാശയൊന്നുമല്ല, നല്ല സീരിയസ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ഇതല്ലാതെ വേറെ എന്താ അവർക്ക് ചെയ്യാൻ കഴിയുക? മമ്മൂട്ടി ഇത്രയും ദൂരം വന്നത് CPM-കാര് കാശൊന്നും കൊടുത്തിട്ടല്ലല്ലോ. അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ വേണ്ടാത്ത പണിക്ക് പോണ്ടെന്ന്, കേട്ടില്ല. മമ്മൂട്ടിയുടെ സ്നേഹവും ഇഷ്ടവും കൊണ്ടും CPM-ന്റെ പല പ്രോജക്ട്സും അങ്ങനെ ഹൈലൈറ്റ് ആവണമെന്നും ഇതൊക്കെ കൊണ്ട് വന്നതല്ലേ. അല്ലാതെ മമ്മൂട്ടിക്ക് ഈ പരിപാടിക്ക് വന്നിട്ട് പബ്ലിസിറ്റി ഉണ്ടാകേണ്ട കാര്യമുണ്ടോ? വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം, ഇവിടെ വന്ന സാറിന്റെ ചോദ്യം, എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം ചെയ്യുന്ന പോലെ നിൽക്കുക. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. ഈ വിഷയത്തിൽ മമ്മൂട്ടി ഇങ്ങനെ ചെയ്തതുകൊണ്ട് CPM-നെ ട്രോളാൻ എതിർ പാർട്ടികൾക്ക് പറ്റി. അതിന്റെ ദേഷ്യം തീർക്കുകയാണ് സുനിതാജി. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണേ എണീക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി. ഈ സ്പേസിൽ നിന്നുകൊണ്ട് മമ്മൂട്ടി നിങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് വരുന്നത്. ഇത് മനസ്സിലാക്കാതെ മമ്മൂട്ടിയെ സൈബർ ആക്രമണം നടത്തിയിട്ട് എന്താ കാര്യം? നിന്റെ തൊള്ളോർന്ന് ഒച്ചെങ്ങാനും പുറത്ത് പൊങ്ങിയ നിന്റെ വായിൽ ഞാൻ ടാറൂരിക്ക് ഒഴിക്കും. മനസ്സിലായി? മറ്റൊരാളുടെ സഹായമില്ലാതെ മമ്മൂട്ടിക്ക് അവിടെ നടന്നു കാണാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ. അത് ചെയ്തതിൽ എന്താണ് തെറ്റെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല മമ്മൂട്ടി പറഞ്ഞ സോഷ്യൽ ക്യാപിറ്റലാണ്, ഇത് ജനങ്ങളുടെ പണമാണെന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? 773 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് പുനരധിവാസത്തിന് വേണ്ടി ജനങ്ങൾ നൽകിയത്. കിട്ടിയ മുഴുവൻ ബില്ലെവിടെ? ബില്ലോ? ഇവരാരും ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. നമ്മള് പതിവുകാരായതുകൊണ്ട് വായിൽ എഴുതി കൂട്ടും. രാഷ്ട്രീയ പാർട്ടികളുടെ ഇംഗിതത്തിന് ഇഷ്ടത്തിന് വിരുദ്ധമായി ഒരു അക്ഷരം മിണ്ടിയാൽ മമ്മൂട്ടിയെ പോലും വെറുതെ വിടില്ല എന്നത് എത്ര ക്രൂരമായ സൈബർ ആക്രമണവും പരിഹാസവുമാണ് അദ്ദേഹത്തിനെതിരെ ഉയരുന്നത്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ ഇത്?